എനിക്ക് വിശന്നിട്ട് വയ്യ. വാ നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക്, ഞാൻ പോയി ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് വരാം. ഇങ്ങോട്ട് താ. ഇതാണ് എന്റെ കൂട്ടുകാരൻ ദിൽഷൻ പ്രശാന്ത്. സ്നേഹത്തോടെ എല്ലാരും ഇവനെ ഗുണ്ടേന്നാ വിളിക്കുന്നേ. നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്നതാ. അതുകൊണ്ട് നിന്റെ വകയായിട്ട് ഈ ഐസ്ക്രീം അവനങ്ങ് ഗിഫ്റ്റ് കൊടുത്തേക്ക്. എന്താ മനസ്സിലായോ? എടാ ബണ്ടി, എന്റെ ഐസ്ക്രീം തിരിച്ചു തന്നേക്കോ. അവന്റെ അടുത്തുനിന്ന് ഐസ്ക്രീം തിരിച്ചു വാങ്ങിക്കുമ്പോ നല്ലോണം ആലോചിച്ചിട്ട് വേണം. അവനെ ഒരു കരാട്ടെ ചാമ്പ്യനാ. നിന്റെ പരിപ്പിളക്കും അവൻ. മണ്ടി, അവന്റെ ഐസ്ക്രീം തിരിച്ചതാ. ഞാൻ തിരിച്ചൊന്നും തരാൻ പോകുന്നില്ല. നീ എന്ത് ചെയ്യും? നല്ല രസമുണ്ടായിരുന്നു. നീ മറ്റുള്ളവരെ ഇടിക്കാൻ വേണ്ടി നടക്കുന്നതല്ലേ? അവസാനം സ്വയം തന്നെ വീണല്ലോ. എന്ത് പറ്റി? ഒന്നുമില്ല വീർ, ഇതൊരു കരാട്ടെ ചാമ്പ്യനാ. എന്നിട്ട് ഒരു പഴത്തൊലിയിൽ തന്നെ വീണു. ഇവനാണ് വലിയ കരാട്ടെക്കാരൻ. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. ഞങ്ങളുടെ ചെക്കനെ കളിയാക്കിയാലുള്ള ബലം നിങ്ങൾ കണ്ടില്ലേ? ഇനിയും ഇതുപോലെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കരാട്ടെ പഞ്ച് തന്ന് നിങ്ങളെ പൊറോട്ട പോലെ ആക്കും. പണ്ടി, നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നീ വേഗം ഇംലിയോട് സോറി പറഞ്ഞേ. ഞാനോ സോറി പറയാനോ? നീ നല്ല തമാശ പറയുന്നത് കേട്ടോ. എന്നെ ഈ കളിയാക്കിയതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യും. നീ എന്ത് ചെയ്യുന്നാ? ഇവനോട് കരാട്ടയിൽ ഏറ്റുമുട്ടുമെന്നാണോ പറയുന്നത്? അതെ, ഞാൻ അവനോട് കരാട്ടെ ഫൈറ്റ് ചെയ്തോളാം. എന്നിട്ട് അവനെ തോൽപ്പിക്കും. ശരി, ഞാൻ നിനക്ക് തയ്യാറെടുക്കാൻ 1 മാസം സമയം തരാം. അടുത്ത മാസം 1-ാം തീയതി ഞാനും ഇംലിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവും. കമോൺ ഗൈസ്. അടുത്ത മാസം 1-ാം തീയതി സ്കൂളിനൊക്കെ അവധിയാണ്. അതുകൊണ്ട് സ്കൂളിലെ കരാട്ട റിംഗിൽ തന്നെ മത്സരം നടത്താം. 1 മാസം എന്നൊക്കെ പറയുമ്പോ ഒരുപാട് സമയമുണ്ട് കേട്ടോ. അതുകൊണ്ട് നിനക്ക് ഈ നാട് വിട്ടു പോകാനും ഒരു അവസരം ഉണ്ട്. എവിടെയെങ്കിലും പോയി ഒളിച്ചോ. വാ. ഹായ് ഇംലി. വീർ, ഇംലിക്ക് എന്താ സംഭവിച്ചത്? എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവക്ക് ഗ്രാമത്തിലേക്ക് പോണം പോലും. അവൾ അവിടെ പോവാതിരിക്കില്ല. നീ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നോക്ക്. എന്ത് പറ്റി ഇംലി? നീ പേടിച്ചോടുകയാണോ? ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞതാ. എനിക്ക് അവരോട് ഒന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ബണ്ടി പറഞ്ഞതാ ശരി. ഞാൻ അന്നേരത്തെ ദേഷ്യത്തിലാണ് പറഞ്ഞേ. പക്ഷെ നീ ചെയ്തത് ശരിയായിരുന്നു. അവരെ തെറ്റും. പക്ഷെ ഇപ്പൊ ശരി തെറ്റൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്തല്ലേ പറ്റും. രക്ഷപ്പെടാൻ ഇതേ ഉള്ളു വഴി. ഞാൻ ഗ്രാമത്തിലോട്ട് പോവാ. കമോൺ ഇംലി, നീ നല്ല ധൈര്യമുള്ള പെൺകുട്ടിയല്ലേ. നിനക്ക് വേണമെങ്കിൽ അവനെ ഈസിയായി തോൽപ്പിക്കാൻ കഴിയും. സത്യമാണോ? അതെങ്ങനെ? എങ്ങനെയാണ്? വേഗം പറ. ഞാൻ നിന്റെ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കാം. കരാട്ടെ, കുൻഫു, മാർഷൽ ആർട്സ്, അങ്ങനെയെല്ലാം. അത് കഴിഞ്ഞാൽ നിനക്ക് അവനെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയും. എന്താ? ഞാൻ 1 മാസത്തിന്റെ ഉള്ളിൽ ഇതെല്ലാം പഠിക്കുമെന്നാണോ? ഇതൊരു ഇംപോസിബിൾ കാര്യമാണ് വീർ. ഇംലി, അപ്പൂപ്പൻ പറയാറില്ലേ, ഇംപോസിബിൾ പോസിബിൾ ആക്കുന്നവനാണ് വീർ എന്ന്. നീ കേട്ടിട്ടില്ലേ? വരൂ, നമുക്ക് നാളെ തൊട്ട് ട്രെയിനിങ് തുടങ്ങാം. വീർ, എനിക്കും ഈ കരാട്ടയും കുംഫു എല്ലാം പഠിക്കണമെന്ന്. ഓക്കേ, വന്നോളൂ. പക്ഷേ ഒരു കാര്യം, കരാട്ടെ പഠിക്കണമെങ്കിൽ വളരെ നല്ല ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഡിസിപ്ലിൻ. ഇത് രണ്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം എളുപ്പത്തിൽ പഠിച്ചെടുക്കാനാവും. സെൽഫ് കോൺഫിഡൻസ് എനിക്ക് കുറച്ച് കൂടുതലാ. ഇനി ഡിസിപ്ലിൻ മാത്രം പഠിച്ചാ മതി. ആദ്യം നമ്മുടെ ശരീരത്തെ സ്ട്രോങ് ആക്കണം. കൂടാതെ സ്റ്റാമിനയും കൂട്ടണം. അതിന് ഫിസിക്കൽ ട്രെയിനിങ് വേണം. എന്റെ കൂടെ വരൂ. ഓ, വീർ അവർക്ക് കരാട്ടെ ട്രെയിനിങ് കൊടുക്കുകയാണോ? ഇവരെന്തൊക്കെയാ ഈ പഠിക്കാൻ പോകുന്നെന്ന് ഒന്ന് പോയി ഒളിഞ്ഞു നോക്കാം. വീർ, മതി. എനിക്കിനി ഓടാൻ വയ്യ. വീർ, കുറച്ച് ക്യാരറ്റ് കിട്ടിയായിരുന്നെങ്കിൽ എന്റെ ബാറ്ററി ഒക്കെ ഇപ്പൊ റീചാർജ് ആയേനെ. വീർ, മതി, എനിക്കിനി ഓടാൻ വയ്യ. നമ്മൾ ഒളിമ്പിക് റേസിൽ ഓടാൻ പോകുന്നല്ലോ. എനിക്ക് കരാട്ടെ ഫൈറ്റ് പഠിച്ചാ മതി.
ഇപ്പോഴേ ഈ അവസ്ഥയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് എന്തായിരിക്കും? അയ്യോ, ഇതെന്തോ? രക്ഷിക്കണേ! ഈ ട്രെയിനിങ് വളരെ ബോറിംഗ് ആൻഡ് ടയറിംഗ് ആണ്, അറിയാമോ? എനിക്ക് ഒട്ടും രസം തോന്നുന്നില്ല. അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ ഈ ട്രെയിനിങ്ങിനെ എന്റർടൈനിങ് ആക്കി തരാം. ഡാൻസ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഡാൻസ് അല്ല, കരാട്ടെ പഠിക്കണ്ടേ. ദേ ഈ മാസം തീരാറായി. നീ എന്നെ കരാട്ടേന്റെ ഒരു സ്റ്റെപ്പും പോലും പഠിപ്പിച്ചു തന്നിട്ടില്ല. കരാട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഉണ്ട്, ഓരോ ശ്വാസത്തിലും ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാ മതി. നമ്മൾ നേരത്തെ കളിച്ചൊരു ഡാൻസ് സ്റ്റെപ്പ് നോക്കാം. കൈ നല്ല ശക്തിയായി പിടിക്കണം, സ്ട്രോങ് ആയിരിക്കണം. എന്നിട്ട് ദേ ഇങ്ങനെ കറങ്ങണം. വാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡാൻസിന്റെ അകത്ത് കരാട്ടെ ഒക്കെ ഉണ്ടോ? താങ്ക്സ് വീർ, മെനി 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 താങ്ക്സ്. Come on, now we are ready for fight. I am ready for the fight. എപ്പോഴും എതിരാളിയുടെ കണ്ണിൽ തന്നെ നോക്കണം. നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ അവർ നമ്മളെ തോൽപ്പിച്ചു കളയും. പ്രശാന്ത്, ഇപ്പൊ വേണമെങ്കിലും നീ ഇംലിയോട് സോറി പറഞ്ഞോ. അപ്പൊ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെ അടികൂടുന്നൊന്നും നല്ല കാര്യമല്ല. ഇനി പൂച്ചയെ പേടിപ്പിക്കുന്നോ? വരൂ, മത്സരം തുടങ്ങാം. ഇവളെന്തിനാ ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിക്കുന്നേ? നിന്റെ കൂട്ടുകാരനെ ബ്രേക്ക് ആക്കാൻ വേണ്ടിയാ. Very good, Imli. Keep it up. എടാ, നീ എന്തായി ചെയ്യുന്നേ? നീ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്നാണ് ഇടിമേടിക്കുന്നേ. എടാ, അവൾ നിന്റെ പുറകിലുണ്ട്.
ഇംലി മത്സരം ജയിച്ചു. ഇംലി, ഐ എം സോറി. മനസ്സ് വെച്ചാൽ എന്ത് വേണേലും ചെയ്യാൻ പറ്റുമെന്ന് നീ എന്നെ ഇന്ന് പഠിപ്പിച്ചു. ഓഹോ, അവളോട് തോറ്റതും പോരാഞ്ഞിട്ട് അവൾക്ക് ഷെയ്ക്കൻഡ് കൊടുത്തോണ്ടിരിക്കുകയാണോ? നീ വെറുതെ എങ്ങനെ എന്റെ അഭിമാനം കളഞ്ഞു കുളിക്കാതെ. വൗ, എന്ത് നല്ല ഫൈറ്റ് ആയിരുന്നു. കണ്ടിട്ട് എനിക്ക് വിശപ്പ് വരെ വന്നു. വാ, നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിക്കാം. കൺഗ്രാറ്റുലേഷൻസ് ഇംലി.